111 പേർക്ക് പരിക്കേറ്റുണ്ട്. 41 പേര് മരണപ്പെട്ടതിൽ 9 കുട്ടികളാണ്. അവരുടെ വീടുകളിലെ ആ മരണരംഗം ഒക്കെ നമ്മൾ അതിലെ കുട്ടികളുടെ മറ്റുള്ളയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വന്നപ്പോഴൊക്കെ അവരുടെ പ്രതികരണങ്ങളും അവരുടെ നിലവിളിയും കരച്ചിലും ഒക്കെ നമ്മൾ കേട്ടു. ഇത് പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണ് സംഭവിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രീയപരമായി തീർച്ചയായിട്ടും DMKയും അതുപോലെ തന്നെ വെട്രിക്കഴകവും തമിഴ്നാട് വെട്രിക്കഴകവും അതുപോലെ ADMK ഒക്കെ മറ്റൊരു പാർട്ടിയെ ക്ഷീണപ്പെടുത്താനും ഒക്കെ ധാരാളം എതിർ ചേരി നിൽക്കുന്നവരെ അതിൽ നിന്ന് ആൾക്കാരുടെ സ്ട്രെങ്ത് കുറയ്ക്കാനും ഒക്കെ വേണ്ടി പല തന്ത്രങ്ങളും കാണിക്കുന്ന രീതിയിൽ ഇവിടെ ചില തന്ത്രങ്ങൾ DMK പ്രയോഗിച്ചു എന്നുള്ള ആരോപണമാണ് വിജയ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. സംഭവ സ്ഥലത്ത് നമുക്കറിയാം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് DMK സർക്കാർ 10 ലക്ഷം രൂപ വീതം 41 പേരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചു. 2 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് കൊടുക്കും. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ഈ 2 ലക്ഷം രൂപ മരണപ്പെട്ടവർക്ക് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിജയ് താൻ കാരണം തൻ്റെ മീറ്റിംഗ് സ്ഥലത്ത് വന്നു ചേർന്നവരുടെ മരണത്തിന് ഇടയാക്കേണ്ടി വന്ന സാഹചര്യം കണക്കിലെടുത്ത് വിശകലനം ചെയ്ത് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. താൻ നീറി തൻ്റെ മനസ്സ് കിടക്കുകയാണ്. ആ സംഭവത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ്. എക്സിൽ ഹൃദയവേദനയിൽ താൻ കിടക്കുകയാണ്.